ഹായ് നമസ്കാരം, ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഓൺലൈൻ കോഴ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മളെത്തി. അപ്പോൾ നമ്മൾ ഇത്ര ഭാഗം വരെ ക്ലിയർ ചെയ്തു അല്ലേ? എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ കൃത്യമായിരുന്ന് ഇതുപോലൊരു ക്യൂബ് എടുത്തിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള ഒരു പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മൂഡില്ല ടൈം നോക്കി ഇരുന്ന് ഇത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. അപ്പം നിങ്ങൾ ഈ ഒരു വർക്കിനോടുള്ള ഇഷ്ടം കാരണം നിങ്ങൾ ഇതിന് മൂഡുണ്ടാക്കി ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്താൽ മാത്രമേ വർക്കുകൾ ഉണ്ടാവുന്നില്ലൂ കേട്ടോ. അപ്പം ഇപ്പം ഞാൻ തന്നെ പറയാം, ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഈ മൂന്നാമത്തെ ഒരു ക്ലാസ്സിലേക്ക് എത്താൻ എനിക്ക് ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ചെയ്തെടുക്കാനില്ല ഇതിൻ്റെ ലാസ്റ്റ് റെൻഡറിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട് നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് നിങ്ങളിത് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവണം. ഓക്കെ, അപ്പം ഞാൻ അധികം മോട്ടിവേഷൻ ക്ലാസ്സൊന്നും എടുക്കുന്നില്ല, ഞാൻ മോട്ടിവേഷനിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ഈ ഹെഡ്ലൈറ്റ് വരെ നമ്മൾ ചെയ്ത് നിർത്തിയതാണ്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാം. ബാക്ക് ലൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു അല്ലേ? ഇവിടെ വെച്ചിട്ട് നമ്മൾ ഏകദേശം ആ വീലിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണ്. പിന്നെ അതുപോലെ ഇവിടെ ഈ ഒരു സെഗ്മെൻറ്റ് ഫ്ലോവും കൂടി നമ്മൾ ഉണ്ടാക്കി നിർത്തിയതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എന്നാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ സെഗ്മെൻറ്റ് ഉണ്ടോ, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു സെഗ്മെൻറ്റ് ഇല്ല. അപ്പോൾ അതിനെ നമുക്ക് ഇടാം. എങ്ങനെ? ട്രയാങ്കിൾസ് ഒന്നും നോക്കണ്ട കേട്ടോ. നിങ്ങൾ ആദ്യം ട്രയാങ്കിൾസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ആദ്യം അതൊന്നും നോക്കണ്ട. പിന്നെയാണ് നമ്മൾ അതെല്ലാം സോൾവ് ചെയ്യുന്നത്. ഇവിടുന്ന് നേരെ ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്, അവിടെ ഒരു ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയും അതെല്ലാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ കാണുന്ന ഒരു എഡ്ജ് ഉണ്ടോ? ഇതൊരു സപ്പോർട്ടിങ് എഡ്ജായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? സപ്പോർട്ടിങ് എഡ്ജ് വരരുതല്ലോ. ഇവിടെ വരാം, ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാനൊരു ചെറിയൊരു മാറ്റം ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇവിടെ. എങ്ങനെ പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു സംഭവം പറഞ്ഞല്ലോ, നമ്മൾ ഗ്ലാസ് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഗ്ലാസ് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എടുത്തപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് സാധാരണ നമുക്ക് ആ ചിത്രത്തിലേക്ക് പോവാം. ആ ചിത്രത്തിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും. എവിടെ പോയി? ഇവിടെ കിടക്കുന്ന ചിത്രം. അതായത് ഇവിടെ ഇത് ഇങ്ങനെ കേവായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇത് ഇവിടെ തന്നെ കട്ട് ചെയ്ത് വരിക. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ ആ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ, ഇത് ഇങ്ങനെ അല്ലാതെ ഉള്ളിലോട്ട് കൂടി ഞാനൊരു കേവ് എടുത്തിട്ടുണ്ട്. അത് രണ്ട് രീതിയിൽ ചെയ്യാട്ടോ. നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബിവൽ എഡ്ജസ് കൊടുത്തിട്ട് അവിടെ ഒരു ഫ്രെയിം ഇടാം. മനസ്സിലായില്ല? അവിടെ ഒരു ഫ്രെയിം ഇട്ടിട്ട് ഇതിനെ ഡോറാക്കി മാറ്റാൻ പറ്റും. മനസ്സിലായില്ല? അപ്പം ചോദിക്കും, സാർ ഇവിടെ എഡ്ജസ് കൂടിയില്ലേ? അതിൻ്റെ നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. എഡ്ജസ് കൂടുന്നൊന്നും നിങ്ങൾ വിഷയമാക്കണ്ട. അതെല്ലാം നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്ത് ക്ലിയറോ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഫ്രെയിം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ അവിടെ ആ ഫ്രെയിം ഉണ്ടാക്കി എടുക്കുന്നില്ല. എൻ്റെ കാറിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. ഞാനൊരു സ്റ്റൈല് ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് കേവായിട്ട് വരുന്ന ഈ ഒരു സ്റ്റൈലിലാണ് എൻ്റെ വണ്ടി ഉള്ളത്. മനസ്സിലായില്ലേ? എൻ്റെ കാറുള്ളത് ഇങ്ങനെ വരണം. ഞാൻ ആ ഒരു സ്റ്റൈലിലാണ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ സ്റ്റൈലിൽ തന്നെ എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങളെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം. ഇതൊരു ഡോറിൻ്റെ ഇത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഡോറ് വരുന്നത് ഇവിടുന്നായിരിക്കണം ഓപ്പൺ വരുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം വെറുതെ കിടക്കും. അപ്പം ഇതൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തത് ഒന്നും കൂടി തിരിച്ചെടുക്കാം. ഓക്കെ, ഞാൻ അവിടെ ഇതിൽ 2 എഡ്ജസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്നില്ല ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഞാനൊന്ന് സ്ലൈഡ് എഡ്ജ് നോക്കണം കേട്ടോ. 3 സെലക്ട് ചെയ്യുന്ന സ്ലൈഡ് എഡ്ജ് ചിലപ്പോൾ വരികയാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ ഒന്ന് മാത്രം സെലക്ട് ചെയ്തിട്ട് സ്ലൈഡ് എഡ്ജ് ചെയ്യാം. ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ശരിയാക്കാം. എനിക്ക് ഇത്ര മതി. ഇവിടെ വന്നു, അതെടുത്തു ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്ലൈഡ് എഡ്ജിന് ചെയ്യണം കേട്ടോ. നിങ്ങൾ മറ്റേ ഇത് എഡ്ജ് വലിക്കില്ലേ, മൂറ്റൂളൊന്നും വലിച്ച് ചെയ്യുകയില്ല. കാരണം മൂറ്റൂൾ ചെയ്താലൊരു പ്രശ്നം എന്താണ്, ഇപ്പം തന്നെ കാണിക്കാമല്ലോ. ഇത് ഇങ്ങനെ വരും. കണ്ടോ? ഈ ഷേപ്പ് ഇവിടുന്ന് പോയി പോകും. അപ്പോൾ അത് നോക്കണം.
അപ്പം ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് ആ ഡോറ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടാണ്. ഡോറ് കട്ട് ചെയ്യേണ്ട വിധം ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഇനി വേണ്ടത് പറഞ്ഞാൽ ഇതൊരു ഡോറ്, ഇതൊരു ഡോറ്, രണ്ടെണ്ണം ഡോറ്. ഇവിടെ ഈ ഗ്ലാസിൻ്റെ ഒരു പരിധി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതൊരു ക്ലോസ് ചെയ്തിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. ഇതിങ്ങനെ വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക്. പക്ഷെ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് എത്രത്തോളം വൃത്തി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കൊന്ന് വലിച്ചു നോക്കാം, ഒരു പരീക്ഷണം നടത്തി നോക്കാം. കാരണം ഇതൊരു മോഡൽ ഷീറ്റിൽ ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡിസൈൻ നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി മൈൻഡിൽ വെച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് എന്തും ആവാന്നുള്ള തോന്നലുണ്ടാവരുത്. കേൾക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു മെഷർ ഫ്ലോയിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. എനിക്ക് എന്തും ആവാം, എൻ്റെ ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ അത്ര വരെ വലിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു സെഗ്മെൻറ്റ് കൂടി ഞാൻ ഇങ്ങനെ വലിച്ചിട്ടുണ്ട്. കുറച്ചിങ്ങോട്ട് വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ഇങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ഇത്ര വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, നമ്മളിത് കമൻറ്റ് ബോക്സുകളിലും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നില്ല എന്ന്. കമൻറ്റ് ബോക്സ് അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി എൻ്റെ അടുത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ ചെയ്യാനുണ്ടെങ്കിൽ അതും എല്ലാം കൂടി നിങ്ങൾക്ക് എന്നോട് പറയാം. ഓക്കെ, അതൊരു വലിയൊരു കാര്യമാണ്. ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചതിനോട് ഇത് സാർ ജോലി കിട്ടിയപ്പോൾ ഇത് വിട്ടിട്ട് പോകും. ഞാൻ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രീലാൻസ് വർക്കുകളും കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ജോലി വിട്ടിട്ട് ഈ ജോലി തിരക്കിൻ്റെ ഇടയിലും ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ട്യൂട്ടോറിയൽസ് ഇടുന്നത് ഞാൻ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. എല്ലാവരും പഠിക്കണം, 3D ആർട്ടിസ്റ്റ് ആവണം എന്നൊരു ചിന്തയോട് കൂടി തന്നെയാണ് കേട്ടോ സിലബസ് ആയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. നമുക്ക് ഡോറ് അതാ ഇവിടെ ഞാനിപ്പോൾ ഇത്ര വരെ വന്നു അല്ലേ. ഡോറിന് നമുക്ക് ഇത്ര വരെ വന്നു. നേരത്തെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നേരത്തെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ കഷ്ടപ്പാടായിരുന്നു ആ ഡോർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് കുറച്ചും കൂട്ടാക്കിയത്. അതുപോലെ നമ്മളെ വണ്ടി ചെയ്തതിൽ ഇവിടെ ഒരു ചെറിയൊരു ബെൻഡ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തിരുന്നല്ലേ. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബെൻഡ് ഇതാ ഇങ്ങനെ കൊടുത്തിരുന്നു, ഒരു ബെൻഡ് കണ്ടോ. അത് നമുക്ക് സ്മൂത്ത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതാ ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ബെൻഡ് കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ വണ്ടിക്ക് ആ ഒരു സ്റ്റൈൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചത്. അതിങ്ങനെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എപ്പിസോഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു ബെൻഡ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ വെർട്ടെക്സ് ലെവലെല്ലാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ആ ഒരു കറക്റ്റ് ഇതിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എത്തിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വെർട്ടെക്സിനെ എല്ലാം സെലക്ട് ചെയ്യുക. മാക്സിമം ഇതിനെ ഷേപ്പാക്കി കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്, കുറച്ചും കൂടി വലിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടോ? അതിൻ്റെ ഒരു എന്താണ് ഇനി മിസ്റ്റേക്ക് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടോ? അതൊക്കെ ഇങ്ങോട്ടേക്ക് വലിച്ച് വെക്കേണ്ടി വരും. ഒരു റാ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. കണ്ടോ? ഇങ്ങനെ ഷേപ്പാക്കി എടുക്കേണ്ടി വരും. ടോപ്പ് വീല് പുറ്റി ചെയ്താലും മതി കേട്ടോ. ടോപ്പ് വീലായിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. കണ്ടോ? ഈ ഒരു ഷേപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും. അതായത് പഴയ അംബാസിഡർ കാറില്ലേ, അംബാസിഡർ കാർ എല്ലാം വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വരുന്നത്. കണ്ടോ? ഞാൻ ഈ ഷേപ്പ് ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ട് സെഗ്മെൻറ്റ് ഫ്ലോ ഇപ്പം ഞാൻ ചെയ്തത് തന്നെയാണ് ശരി. കാരണം പറഞ്ഞാൽ ആ ഒരു റൗണ്ടിന് വേണം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഷേപ്പ് നമ്മൾ വിചാരിച്ച സാധനം അതുപോലെ കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രെയിറ്റ് അതുപോലെ തന്നെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ സെഗ്മെൻറ്റ് ഫ്ലോ നോക്കുക, നിങ്ങൾ കീപ്പ് ചെയ്യുക. സെഗ്മെൻറ്റ് ഫ്ലോ നിർബന്ധമായും കീപ്പ് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് സെഗ്മെൻറ്റ്സ് ക്ലിയർ ചെയ്യണം. ഞാൻ ഒന്നുകൂടി ഒന്ന് സ്മൂത്ത് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ആ ഒരു ലെവൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇല്ല ഈ പ്രശ്നം ഞാൻ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ഇല്ല പ്രശ്നം ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ തന്നെ കിട്ടും. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. അത് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യണമെന്നില്ല, പ്രശ്നമൊന്നുമില്ല. കാരണം അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. അവിടെ ഒരു ഒടിഞ്ഞൊരു ഭാഗം കിട്ടുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ. ഇതൊന്ന് ഓഫായിട്ട് എടുത്താലോ. ഞാനൊന്ന് ഫയൽ സേവ് ചെയ്യട്ടെ.
ഞാൻ ഫയൽ സേവ് ചെയ്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ പോയി എനിക്കൊരു ഫോൾഡർ ഉണ്ട്. ഞാൻ നമ്മൾ എപ്പിസോഡായിട്ട് ചെയ്യുന്ന 3rd എപ്പിസോഡ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 3rd എപ്പിസോഡ് ഞാൻ ഇവിടെ സേവ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എസ് കൊടുക്കുന്നുണ്ട് 3rd എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാഫ് എടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇപ്പുറം ചെയ്ത പോലെ തന്നെ അപ്രൂവും കിട്ടണം എന്നില്ല ഒരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഹാഫ് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി മുതൽ ഹാഫ് എടുത്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ വെച്ചിട്ടാണ് ഞാൻ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്ക് അപ്പുറം ഇപ്പുറം എല്ലാം ക്ലിയർ ആയിട്ട് വേണം. എനിക്ക് 2 ഭാഗത്തും പിടിച്ചു വലിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ അപ്പുറം ഇപ്പുറവും കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടത്. ഇതിനെ ഞാൻ വെർട്ടെക്സിന് സെലക്ട് ചെയ്തു. ഞാൻ ഇതിനെ സ്കെയിൽ ചെയ്തിട്ട് ഞാൻ മാക്സിമം സൂം ചെയ്യാം. സൂം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ഇത് കറക്റ്റ് ചെയ്യണം കേട്ടോ. മോഡിഫൈ സെൻറ്റർ പിവറ്റ് എവിടെ പോയി, പിവറ്റ് പോയിന്റ് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഡിയും വിയും പ്രസ് ചെയ്തിടുക. ഇങ്ങനെ പിവറ്റ് പോയിന്റിനെ കറക്റ്റ് ചെയ്യുക. അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രിഡ് ഉണ്ടോ, ഈ ഗ്രിഡിന് കണക്കായി വെക്കാം കേട്ടോ. മാക്സിമം സൂം ചെയ്യുക. സൂം ചെയ്യൽ എങ്ങനെയാണ്, മൗസിന്റെ വീൽ ബട്ടൺ സ്ക്രോൾ ചെയ്യുക. ഓക്കെ, വീൽ ബട്ടൺ സ്ക്രോൾ ചെയ്യുക അല്ലേ, സെൻറ്റർ ബട്ടൺ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ ചെയ്യുന്നത് എഡിറ്റ് പോവുക. ഏത് ആക്സിസ് ആണ് നോക്കിയത് നമുക്ക് ഇവിടെ ഉള്ളത്, എക്സ് ആക്സിസ് ആണ് മൈനസ് വരുന്നത് അല്ലേ. അപ്പോൾ എഡിറ്റ് പോവുക, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ പോവുക. ഇവിടെ എഡിറ്റ് റീസെറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. അപ്പോൾ എക്സ് -1 കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഇൻസ്റ്റൻസ് കൊടുക്കണം കേട്ടോ. ഇവിടെ കോപ്പി കൊടുക്കരുത്. സെയിം നമുക്ക് അപ്പുറം ഇപ്പുറം കാണുന്ന ഇൻസ്റ്റൻസ് കൊടുത്തിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചെയ്യൂല കേട്ടോ. ലാസ്റ്റ് ഇത് ഇതെല്ലാം ചെയ്ത് നമുക്ക് കംപ്ലീറ്റ്. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താലും നമുക്ക് അവിടെ മാറ്റം വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇതങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പിടിച്ച് വലിക്കുമ്പോൾ അവിടെ മാറ്റം വരും കണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി അല്ലേ വർക്ക് ചെയ്യാൻ, കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലിലേക്ക് നമ്മൾ പോയി വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സെയിം ആയി കേട്ടോ. ഇവിടെയുള്ള സെഗ്മെൻറ്റ് സെയിം ആയി അല്ലേ, ഇവിടെ സെഗ്മെൻറ്റ് ക്ലിയർ ആയില്ലേ. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ നോക്കി നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് കണ്ടോ. ഇവിടെ നമുക്ക് സെഗ്മെൻറ്റ് സെയിം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇവിടെ നോക്കട്ടെ, ഇതിലൊരു പ്രോബ്ലം ഉണ്ടോ നോക്കണം. ഓക്കെ, ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊന്നും കൂടി ഫയൽ സേവ് ചെയ്യട്ടെ. സേവ് ഒരു വ്യത്യാസമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫയൽ സേവ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഫോർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത്, ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്യണം. ഈ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പുറത്തെ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ ചെയ്തത് കേട്ടോ. ഇവിടെ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യരുത്, ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണോ, ഇനിയിപ്പം നമുക്ക് ഡോറിൻ്റെ ഭാഗം കട്ട് ചെയ്യണം. ഡോറിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് റെഫറൻസ് എടുത്ത് നോക്കാം. റെഫറൻസിൽ കണ്ടോ വണ്ടിയിലെ ഭാഗം വരുന്നത് എത്ര തിക്നെസ് ആണെന്ന് നോക്കണം. ഡോറ് ഇവിടെ വളരെ തിക്നെസ് കുറവാണ്. നിങ്ങൾ നോക്കിയേ, അതായത് ഡോറിൻ്റെ ഇവിടെ തിക്നെസ് ഉണ്ട്, ഇതിൻ്റെ മുകളിലെ പാനൽ ഭാഗം വളരെ തിക്നെസ് കുറവാണ്. ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതാ ഈ ഭാഗം ഇങ്ങനെ വന്ന് ഇവിടെ തിക്നെസ് കുറവാണ്, ഇവിടെ ഇത് ഡോറിലേക്ക് വരുന്ന ഭാഗം. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം അറിയാം, ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. ഞാൻ 5 അടിച്ചിട്ടുണ്ട് കേട്ടോ. 5 അടിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ ഡോറ് എനിക്കൊന്ന് നീറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടണം ഷേപ്പായിട്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഇതിനെ ഈ ഫേസിനെ ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്താലും മതി, മനസ്സിലായില്ലേ, ഇങ്ങനെ എടുത്താൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെഗ്മെൻറ്റ് വെച്ചിട്ട് നമ്മളെ നമ്മളെ വീല് ക്ലിയർ ചെയ്യുക കേട്ടോ. വീല് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം, അതാണ് നല്ലത്, ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ വീല് ക്ലിയർ ചെയ്യുക. അപ്പോൾ വീല് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സിലിണ്ടർ എടുക്കും. സിലിണ്ടർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പ്രോക്സി പോലെ, അതായത് ഒരു സാങ്കല്പികം പോലെ നമ്മൾ ചെയ്ത് വെക്കുന്നു. പ്രോക്സി നമ്മൾ ഒരു ക്യൂബ് വെച്ചിട്ട് ചെയ്യുന്നതല്ലേ, എന്നിട്ടല്ലേ ഈ കാറിലേക്ക് എത്തി. അതുപോലെ നമ്മളൊരു ഒരു ടയറിൻ്റെ ഒരു മാതൃകയിൽ ഒരു സാധനം അവിടെ നമ്മൾ വെക്കുന്നു. പോളിഗൺ പ്രിവിറ്റീസ് പോയി ഞാനിവിടെ ഇൻട്രാക്റ്റീവ് ക്രിയേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് വന്ന് വീഴാതിരിക്കാൻ ഞാനെന്തായി സിലിണ്ടർ എടുത്തു, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അവിടെ ഷേപ്പ് കീപ്പ് ചെയ്ത് എനിക്ക് വരക്കാൻ വേണ്ടി മാത്രം. അത് ഇതുമായിട്ട് നിങ്ങൾ കൂട്ടരുത്, കേൾക്കുന്നുണ്ടോ?
ഇത്രയും വലിയ ടയറാണോ ഒന്നും ചിന്തിക്കരുത്, നമുക്ക് നോക്കാം. ചെറിയ ടയറാണ് വേണ്ടത്. ഇതന്നെയല്ല ഞാൻ നോക്കുന്നത്, പക്ഷെ എന്നാലും ചെറിയ ടയറാണ് വേണ്ടത്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ടയറിനെ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇത്ര മതി. നമുക്ക് ഇതിൻ്റെ കവറിങ് എല്ലാം വരുമ്പോൾ ക്ലിയർ ആവും. അപ്പം അധികം നമ്മൾ ചിന്തിക്കണ്ട. ഉണ്ടോ, ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ട് വരും. ടയറൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഉള്ളൊരു സെഗ്മെൻറ്റ്സ് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അധികം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ സെഗ്മെൻറ്റ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു മൾട്ടി കട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് വരക. ഇവിടെ ഒരു പ്രശ്നം എന്താ പറയുക, ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ഡിലീറ്റ് നിങ്ങൾ ചെയ്യണ്ട. ഇങ്ങനെ ഡിലീറ്റ് കൊടുക്കണ്ട. ഇങ്ങനെ കൊടുത്താൽ ഇത് പോകും. നിങ്ങൾ കീബോർഡിൽ ഡിലീറ്റ് ചെയ്യുക. കേൾക്കുന്നുണ്ടോ? കീബോർഡിൽ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ 4 ആയില്ലേ. കീബോർഡിൽ ചില സമയത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട കീബോർഡിൽ നിന്ന് ചെയ്യണം കേട്ടോ. ചില സമയങ്ങളിൽ മാത്രം കേട്ടോ. ഈ സാറ് പറഞ്ഞുള്ള രീതി മൊത്തം നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വെർട്ടെക്സിനെ അവിടെ തന്നെ നിലനിർത്തിയിട്ട് എഡ്ജസിനെ മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ വെക്കും. അപ്പം ഇതിപ്പോൾ ഏകദേശം ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് പ്രശ്നമുണ്ട്. കാരണം ഈ ഒരു വെർട്ടെക്സിന് ഇങ്ങനെ വെക്കേണ്ടി വരും. ഇങ്ങനെ വെക്കുമ്പോൾ അതവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതിനെക്കാട്ടി ഒരു നല്ലത് കൊണ്ടാണ് ഇതന്നെ ഡിലീറ്റ് ചെയ്യുക. ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ വെർട്ടെക്സിനെ കുറച്ചൊന്ന് മൂവ് ചെയ്യുക. സെഗ്മെൻറ്റ് ഫ്ലോ ചെയ്യണം കേട്ടോ. ഞാൻ ഇതെല്ലാം സെഗ്മെൻറ്റ് ഫ്ലോ ചെയ്യുവേ. ഇതൊന്നും ഇങ്ങനെ വരുന്നതല്ല. കേൾക്കുന്നുണ്ടോ? ഇത് ഇങ്ങനെ വരുന്നതല്ല. അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരണം. ഈ ഫ്ലോ ക്ലിയർ ചെയ്യണം. അവിടെ നിന്ന് വരുന്നത് എന്താണോ അതിനെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. അപ്പം ഇത് ഇവിടെ തന്നെ കേട്ടെ, ഇങ്ങനെ തന്നെ കേട്ടെ. സെഗ്മെൻ്റ് ഒന്നും നമുക്കൊരു വിഷയമല്ല. ഓക്കെ, നമ്മളത് ഉണ്ടാക്കും. അപ്പോൾ ഇനി വരുന്നത് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരു സെഗ്മെൻറ്റിന് താഴോട്ട് ഇറക്കാൻ പോവാം. ഇങ്ങനെ ഒന്ന് ഇറക്കിയിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ ഈ വെർട്ടെക്സിനാ, അതായത് നമ്മൾ ടാർഗറ്റ് വെൽഡ് എടുത്തിട്ട് ഇതും തമ്മിൽ വെൽഡ് ചെയ്യാം. ഫോറടിക്കുക. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് ഷെയ്ഡഡ് മോഡ് ഉപയോഗിച്ചിട്ട് ചെയ്തു സാറ്. അപ്പോൾ അങ്ങനെ ഡൗട്ട് അടിക്കണ്ട. ഞാൻ ചില സന്ദർഭങ്ങളിൽ നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. ഷെയ്ഡഡ് മോഡ് എന്തിനു ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂസ് വരാതിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ അതും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു സെഗ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു സെഗ്മെൻറ്റിനെ ഇവിടെ ഇടും. കണ്ടോ, കറക്റ്റായില്ലേ? സെൻട്രൽ കേട്ടോ. അപ്പോൾ സെൻട്രൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സെഗ്മെൻറ്റ്, ഈ വെർട്ടെക്സിനെ എനിക്ക് ഇങ്ങനെ വിളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സെഗ്മെൻറ്റ് ഫ്ലോ നമ്മൾ കീപ്പ് ചെയ്ത് പോകണം കേട്ടോ. ഈ സെഗ്മെൻറ്റ് ഫ്ലോനെ കീപ്പ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുക. ഇങ്ങനെ തന്നെ വരണം. കണ്ടോ, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഒരു സെഗ്മെൻറ്റ് ഫ്ലോ നമ്മൾ ക്ലിയർ ചെയ്യണം. ഈ ഒരു സെഗ്മെൻറ്റ് ഫ്ലോ ഞാൻ ഇവിടെ മാത്രം ഒഴിവാക്കിയിട്ട് ഞാൻ ഇതിനെ സ്ലൈഡ് എഡ്ജ് എടുത്തിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുക്കാൻ പോവാം. ഏകദേശം ഇത്ര അതിനെ സ്കെയിൽ ചെയ്യണം കേട്ടോ. ഏകദേശം അവിടെ നിൽക്കട്ടെ. ഫ്ലോ ക്ലിയർ ചെയ്യാനുണ്ട്. ഫ്ലോ ഒന്നും ശരിയായിട്ടില്ല. ഇവിടെ എല്ലാം പോകാനുണ്ട്, എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, കൺഫ്യൂസ് ആവണ്ട, ക്ലിയർ ചെയ്തെടുക്കാമോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഇതൊരു തെറ്റാണ്. ഈ ഒരു ഫ്ലോ തെറ്റാണ്. ഈ ഫ്ലോവും കൂടി നമ്മൾ ക്ലിയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സെഗ്മെൻറ്റ് ഫ്ലോ ക്ലിയർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ ഇല്ല ഈ ഫ്ലോ, ഇവിടെ ഇല്ലതും ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ഡിലീറ്റ് ചെയ്തേ. ഇതും വേണ്ട നമുക്ക്. അതോടെ ഡിലീറ്റ് ചെയ്ത്, അത് നമുക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്ത് വെച്ച പ്രശ്നമില്ല. ഈ വെർട്ടെക്സിനെ നമുക്ക് കുറച്ച് പൊന്തിച്ച് വെക്കാം. മനസ്സിലായില്ലേ? അത് പൊന്തിച്ച് വെക്കാം നമുക്ക്. ഇവിടെ നമ്മളൊരു പ്രശ്നം വരുന്നു പറഞ്ഞാൽ ഈ ഒരു വെർട്ടെക്സിനെ കണ്ടോ, അതായത് കോളം വളരെ കറക്റ്റായിരിക്കണം. ഞാനിപ്പോൾ ഇതിവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് തെറ്റാണ്. കണ്ടോ, ഈ ഫ്ലോ തെറ്റാണ്. കണ്ടോ, ഈ ഒരു ഫ്ലോ തെറ്റാണ്. ഈ ഫ്ലോയിലേക്ക് കയറിപ്പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ എഡ്ജിനെ ഡിലീറ്റ് ചെയ്താൽ എന്താവും, അത് പോകും. അത് പോയിട്ട് അവനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഇവിടെ കൊണ്ടുവെക്കാം. കണ്ടോ, ഫ്ലോ കറക്റ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അങ്ങനെ ഫ്ലോനെ കറക്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ വരുന്ന ഈ എഡ്ജസ് ഇതിപ്പോൾ ഇങ്ങനെ ഇത് കവർ ചെയ്ത് സെൻറ്ററിലേക്ക് തന്നെ പോകേണ്ടതാണ്. കണ്ടോ, ഇത് സെൻറ്ററിലേക്ക് തന്നെ പോകേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു ഇതിനെ അങ്ങനെ കൊണ്ടുവച്ചത്. അപ്പോൾ അതവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഫ്ലോ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഡിലീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിന് മൾട്ടിക്കട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുക്കേണ്ടി വരും.
കണ്ടോ? അപ്പോൾ അത് മുകളിലോട്ട് കയറിപ്പോയി. നമുക്ക് ഇവിടെ ഒരു സെഗ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. മനസ്സിലായില്ലേ? ഫ്ലോ കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾ വിചാരിക്കണ്ട ഫ്ലോ എല്ലാം ക്ലിയർ ആയിരുന്നു. ഫ്ലോ ക്ലിയർ ആയിട്ടേ ഇല്ല. എല്ലാ ഫ്ലോവും ക്ലിയർ ആക്കി എടുക്കുമ്പോൾ ഇവിടെ പെർസ്പെക്റ്റീവിൽ പോയിട്ട് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെയും ഒരു അടി പറ്റാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? ഇവിടെ ഇപ്പോൾ KSRTC ബസ്സിൻ്റെ ഇതുപോലെ വന്നു. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണ്ടോ, അല്ലെങ്കിൽ വണ്ടി ഷേപ്പ് ചെയ്തെടുക്കൽ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നമ്മൾ വർക്കിലേക്ക് എത്തുമ്പോൾ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ മൊത്തം താഴേക്ക് എത്തുമ്പോൾ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. വർക്കിൽ എല്ലാ പ്രയാസം വരുന്നത് വർക്കിൽ താഴേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഈ സെഗ്മെന്റ് ഫ്ലോ ക്ലിയർ ആക്കി ഞാൻ എടുക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു, ഓക്കെ, ഇതിങ്ങനെ വന്നു, ഓക്കെ. ഇനി ഇത് തെറ്റാണ്, ഇത് ഞാൻ ക്ലിയർ ചെയ്യാം. ഇനി എന്ത് ചെയ്യണം അറിയോ? നിങ്ങൾ ഇവിടുന്ന് ഒരു സെഗ്മെന്റ് ഇടാം. ഇവിടുന്ന് ഒരു സെഗ്മെന്റ് ഇങ്ങനെ ഇട്ട് നോക്കാം. ആ സെഗ്മെന്റിനാ ഇവിടെ ക്ലിയർ ചെയ്യണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ക്ലിയർ ചെയ്യുക, നമ്മുടെ വീല് വരുന്ന ഭാഗം ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ക്ലിയർ ചെയ്യുക, ഇവിടെ ഉള്ളതും ക്ലിയർ ചെയ്യുക. ഇതെല്ലാം ഇങ്ങോട്ട് പോട്ടെ, ഒരു പ്രശ്നമില്ല. സെഗ്മെന്റ് ക്ലിയർ ചെയ്തെടുക്കാം. ഓക്കെ, കണ്ടോ? ഇത് നിങ്ങൾ പെർസ്പെക്റ്റീവിലൊന്നും പോയി ചെയ്തത്, ഇവിടെ തന്നെ വന്നിട്ട് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു വ്യൂ ഇതെല്ലാം ഇവിടെ തന്നെ വന്നിട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സെഗ്മെന്റ്സ് നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഈ സെഗ്മെന്റ്സ് എല്ലാം ക്ലിയർ ചെയ്യണം. അടുപ്പിച്ച് സെഗ്മെന്റ്സ് വരരുത്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിനെ ഞാൻ എടുത്തിട്ട് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇതിനെ എടുത്തിട്ട് കറക്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇയാൾ ഇങ്ങോട്ട് വന്നോട്ടെ. അതായത് ഒരു മിനിമം ഒരു കോഡ് നമുക്കൊരു സ്പേസ് ഉണ്ടായിരിക്കണം കേട്ടോ വർക്ക് ചെയ്യുന്ന സമയത്ത്. അത് ഫ്ലോ ക്ലിയർ ആയിരിക്കണം. ഫ്ലോ മെയിൻ സാധനമാണ്. ഫ്ലോ ഇല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിപ്പോവും. ഓക്കെ, ഏകദേശം ഷേപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. ഇത്രയൊന്നും നമുക്ക് ക്ലിയർ ചെയ്യണ്ട. ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് അടച്ച് ശരിയാക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. കാരണം മാക്സിമം നമ്മളെ കാറിൻ്റെ ഇവിടുന്ന് വരുന്ന ഷേപ്പ് എല്ലാം പോയിട്ടുണ്ട്. ഏകദേശം ഒരു ഫ്ലാറ്റ് പോലെ അവിടെ നേരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം നമ്മൾ. അതിന് നമുക്കൊരു എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെഗ്മെന്റ് ഇങ്ങനെ വരച്ചിട്ട് അതിനെ കുറച്ച് ഒന്ന് ബെൻഡ് ചെയ്തെടുക്കും കേട്ടോ. അത് നമുക്ക് ക്ലിയർ ചെയ്യാം, പ്രശ്നമില്ല. അതൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇനി ഇവിടെ ഈ ഒരു ടയറിന് ഇവിടെയും ഒന്ന് കോപ്പി ചെയ്ത് വെക്കാം. കാരണം നമുക്ക് ലെവൽ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതിനെ വെർട്ടെക്സ് എടുത്തിട്ട് ഇതിനെയും നമ്മൾ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഇതിൽ സ്ലൈഡ് എഡ്ജ് പിടിച്ച് വലിക്കരുത് കേട്ടോ. ഇതിൽ സ്ലൈഡ് എഡ്ജ് ചെയ്യരുത്. ഇതിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. വെർട്ടെക്സ് പിടിച്ചിട്ട് തന്നെ വലിച്ച് ക്ലിയർ ചെയ്യുക. അപ്പുറം ഇപ്പുറം ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആയിരിക്കണേ, ഗ്യാപ്പ് വരരുത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ സെഗ്മെന്റ് കൂടി ക്ലിയർ ചെയ്യണം. അതിന് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോകുക. എന്നിട്ട് ഇവിടെ 5 എഡ്ജ് ഉണ്ടോ നോക്കണം കേട്ടോ. 5 ഉണ്ടോ നോക്കണം. അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കീബോർഡിൽ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എത്ര വന്നു? 1 2 3 4 5 5 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു സെഗ്മെന്റ് അങ്ങോട്ടേക്ക് കയറിപ്പോകും. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ഫ്ലാറ്റ് ഇത് കണ്ടിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതെന്താ ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അതെല്ലാം നമുക്ക് പണിയുണ്ട് അത്ര. അത് നമ്മൾ മിനിമം നമ്മളെല്ലാം ആക്കിയിട്ടേ ചെയ്യും. കണ്ടോ? ഏകദേശം ലെവൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം. നമുക്ക് ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ആ ഡോറെല്ലാം വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ബെൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ സെഗ്മെന്റ്സ് നോക്കണ്ട. സെഗ്മെന്റ്സ് ഞാൻ ഫ്ലോയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഫയലിൽ സേവ് ചെയ്യട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം അറിയാം? ഇനിയിപ്പം ഈ സെഗ്മെന്റ്സ് ഇല്ലേ, അതായത് ഞാനിപ്പോൾ ഈ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ഈ എഡ്ജ് സെലക്ട് ചെയ്തിട്ട്, അതായത് ഇത് ഇതും കളയാ. എന്നിട്ട് ഞാനൊന്ന് സ്ലൈഡ് എഡ്ജ് ചെയ്യുന്നുണ്ട്. സ്ലൈഡ് എഡ്ജ് കണ്ടോ? കുറച്ച് താഴത്തേക്ക് സെഗ്മെന്റിനെ ഫ്ലോ ചെയ്യുക. എന്നാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ ഒരു സെഗ്മെന്റ് വരും. നമുക്ക് അത് ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെഗ്മെന്റിന്റെ ആവശ്യം വരും. അപ്പോൾ ഇവിടെ വരുന്നുണ്ടോ? ഇവിടെ നമുക്കൊരു 5 വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതിനെ നമ്മൾ ഇവിടെ കവർ ചെയ്യും. ഇവിടെ ഇങ്ങനെ കവർ ചെയ്യും. ഇവിടെ ഒരു സെഗ്മെന്റ് ഇടും. ഇവിടെ ഇങ്ങനെ ഒരു സെഗ്മെന്റ് ഇടും. ആ സെഗ്മെന്റ്സിനെ
ആ സെഗ്മെന്റ്സ് നമുക്ക് ഇപ്പുറത്തേക്ക് പോകും. ഇപ്പം നമ്മൾ മനസ്സിലായില്ലേ നമ്മൾ എന്തുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ ചെയ്തത്? കാരണം അപ്പുറം ഇപ്പുറം കവർ ചെയ്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ മിറർ ചെയ്യേണ്ടി വരും. അപ്പം അത് രണ്ടും കൂടി ഒന്ന് സെയിം ആയിട്ട് കിട്ടും നമുക്ക്. ഈ എഡ്ജിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഈ എഡ്ജിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിനെ ഒഴിവാക്കിയിട്ട് ഈ ഒരു വെർട്ടെക്സിനെ മാത്രം, എഡ്ജസിനെ മാത്രം ഒഴിവാക്കിയിട്ട് നിങ്ങളതിനെ സ്കെയിൽ ചെയ്യുക ഇങ്ങനെ, കണ്ടോ? അപ്പോൾ കറക്റ്റ് ഫ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്കൊരു സെഗ്മെന്റ് വേണം. ലാസ്റ്റ് ക്ലീനപ്പിൽ നമുക്ക് സെഗ്മെന്റ്സ് എല്ലാം ആവശ്യമില്ലാതെല്ലാം ഒഴിവാക്കാം. ഇവിടെ വെർട്ടെക്സിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്, ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. അപ്പോൾ ഈ സാധനം എല്ലാം മൂവ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരു സെഗ്മെന്റ്സിൽ കളിക്കുന്നുണ്ടെങ്കിൽ ആ സെഗ്മെന്റ്സിനെല്ലാം കവർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം. എന്തായാലും പോയേ പറ്റും. ഓക്കെ, ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്ലാറ്റ് പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്. ഇവിടെ സെഗ്മെന്റ്സ് നമ്മൾ ക്ലിയർ ചെയ്യാനുണ്ട്. ഇവിടെ ഇങ്ങനെ ഉടഞ്ഞ പോലെയുള്ള നമ്മൾ ആ വണ്ടിയുടെ റെഫറൻസ് എടുത്ത് നോക്കാം. നമുക്ക് കണ്ടോ, അത് ഫ്ലാറ്റ് ആണ്, പക്ഷെ ഉള്ളിലോട്ടാണ് അത് കയറി പോകുന്നത്. അപ്പോൾ അത് ഉള്ളിലോട്ട് കയറിപ്പോകുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, ഉള്ളിലോട്ട് കയറിപ്പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരെ പൊന്തിയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം നമ്മൾ കുറച്ചൊന്ന് പൊന്തിച്ചിട്ട് ലെവൽ ചെയ്യുക. ഇത്ര ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. വർക്ക് ചെയ്യുന്ന സമയത്ത് ധൈര്യം ഉണ്ടാവണം കേട്ടോ. ധൈര്യം ഇല്ലാതെ അയ്യോ പോയി പോകും എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഇത് പോയി പോകും. ഓക്കെ, കുറച്ച് പൊന്തിച്ചോളൂ. കണ്ടോ, ഒന്ന് ഷേപ്പാക്കി എടുക്കുക. അവിടെ ഒരു എഡ്ജസ് വരുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇത് ഉള്ളിലോട്ട് ഇറങ്ങി വരും. കണ്ടോ, ഇറങ്ങി വരുന്നത് കണ്ടോ? ഇതിനെടുത്തിട്ട് ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ സാധനം വേണ്ട, ഇത്രയും ഭാഗം വേണ്ട. ഇവിടെ എഡ്ജ് വന്നിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കണം കേട്ടോ, മറന്നു പോകരുത്, കാരണം ബുദ്ധിമുട്ടാവും. ഇതൊന്നും വേണ്ട നമുക്ക്, ഇതും വേണ്ട. ഓക്കെ, ടോപ്പിൽ പോയിട്ട് ഈ എഡ്ജസിന് ഒഴിവാക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പിടിച്ച് വലിക്കുന്ന ലാസ്റ്റ് നമ്മൾ അറിയുന്നുണ്ടാവില്ല നമ്മൾ ആ എഡ്ജസിൽ വലിച്ചിട്ടുണ്ടോ. ഇതിനെടുത്തിട്ട് കുറച്ചൊന്ന് ഉള്ളിലോട്ട് ഹോൾഡ് ചെയ്യും, ഉള്ളിലോട്ട്. അപ്പോൾ ഇവനെ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ, കണ്ടോ? അപ്പോൾ നേരത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ കവർ ചെയ്തു. കാരണം ഈ ഇവിടെ ഒരു സെഗ്മെന്റ് വന്നാൽ ലെവലാവും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യും. കണ്ടോ, ഉള്ളിലോട്ട് ഇത് പോകുന്ന രീതിയിലായിരിക്കണം വരുന്നത്. കണ്ടോ, ഇതിനെ എടുക്കുക, കവർ ചെയ്യും. കണ്ടോ, അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് ഉള്ളിലോട്ട് കയറിപ്പോയി. കണ്ടോ, എന്നിട്ട് നിങ്ങൾ സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് ആക്കണം കേട്ടോ. സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ്സ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്പ് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇനിയും നമ്മൾ ക്ലിയർ ചെയ്ത് പോകാനുണ്ട്. പണി തീർന്നിട്ടേ ഇല്ല. ഓക്കെ, നമുക്ക് ഇനിയും ക്ലിയർ ചെയ്ത് പോകാനുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, നമ്മൾ ചെയ്തിരിക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഇതിനെ ഒരു കേവ് ഷേപ്പിലേക്ക് പോകണം. അത് ആയിട്ടില്ല. ഇവിടെ കണ്ടോ, ടോപ്പ് വ്യൂവിൽ പോയിട്ട് നോക്കണം കേട്ടോ. ആ ഒരു ഷേപ്പ് കീപ്പ് ചെയ്ത് തന്നെ പോകണം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഫയൽ സേവ് ചെയ്ത വെർട്ടെക്സിനോട് നിങ്ങൾ അധികം കളിക്കുമ്പോൾ നിങ്ങളൊന്ന് ഫയൽ സേവ് ചെയ്ത് വെച്ചോട്ടെ. വെർട്ടെക്സ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് 5 എഡ്ജാണുള്ളത്. 1 2 3 4 5 എഡ്ജ്. അപ്പോൾ 5 എഡ്ജ് വരുമ്പോൾ നമുക്ക് ഇവിടെ താഴോട്ട് കൊടുക്കാൻ പറ്റുമല്ലോ, അല്ലേ? താഴോട്ട് കൊടുക്കാൻ പറ്റില്ലേ? അപ്പോൾ ഈ എഡ്ജസ് എല്ലാം ഞാൻ ഒന്ന് കുറേ കളയും കേട്ടോ. ഞാനൊന്ന് ഒഴിവാക്കി എടുക്കും കേട്ടോ. ഇതിങ്ങനെ തന്നെ വെക്കൂല, എന്തായാലും ഒഴിവാക്കും. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, ഇൻസേർട്ട് എഡ്ജ് ഫ്ലോയിൽ റിലേറ്റീവ് ഡിസ്റ്റൻസ് ഫ്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഒന്ന് കയറി വന്നു, മനസ്സിലായില്ലേ? ഒന്ന് പുറത്തേക്ക് തള്ളി വരണം. അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വെർട്ടെക്സ് ഉണ്ട്. ഈ വെർട്ടെക്സിനെ ഞാനൊന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ
ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നോക്കിയാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ്സ് ഒന്നും കൂടി ഞാനൊന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ സെഗ്മെൻറ്റ്സ് നിങ്ങളിൽ ഇതുപോലെ കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വേറെ രീതിയിലായിരിക്കും വരുന്നത്. ഞാൻ ഈ ഒരു ഫ്ലോയിലാണ് ഞാനിപ്പോൾ ചെയ്തത്. മനസ്സിലായില്ലേ? എൻ്റെ പല രീതിയിലുണ്ട് ഫ്ലോ. ഞാനിപ്പോൾ ഇതിനു മുമ്പ് ചെയ്ത കാറാണ് ഞാൻ നിങ്ങൾക്ക് റെൻഡറിങ്ങിൽ ഇത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാറിൻ്റെ ഷേപ്പിലാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഫ്ലോ കറക്റ്റ് ആവണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും സെഗ്മെൻറ്റ്സിലൊന്നും വെക്കൂല കേട്ടോ. ഞാനിത് ഒഴിവാക്കാൻ ശ്രമിക്കും. മാക്സിമം ക്ലീനപ്പ് ചെയ്യണം. എനിക്ക് ആദ്യം ഒരു ഷേപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സെഗ്മെൻറ്റ്സ് ഇട്ടിന്. എന്നാൽ മാത്രമേ എനിക്കത് മനസ്സിലാവും എങ്ങനെ വരേണ്ടത്. ഇവിടെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അത് ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. എന്നാൽ കൺട്രോൾ സ്പേസ് ബാർ പ്രസ് ചെയ്താൽ കുറച്ച് വലിയ സ്ക്രീനായിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ എടുത്ത് ഉണ്ടോ. ഇവിടെ എല്ലാം സിക്സാഗ് പോലെയുള്ള കാണുന്നതെല്ലാം നിങ്ങൾ ലെവൽ ചെയ്യുന്നുണ്ടോ. കുറച്ച് പണിയുണ്ട് കേട്ടോ. വളരെ പെട്ടെന്നൊന്നും ആവുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് ഇത്തിരി സമയം ഇതാക്കിയിട്ട് പെട്ടെന്ന് കുറച്ചും കൂടി ഇതാക്കിയിട്ട് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ സമയം എടുത്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഞാനത് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ഹാർഡ് എഡ്ജ്. അപ്പോൾ ഏകദേശം നമ്മളത് കവർ ചെയ്ത് ഇത്രയും വരെ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു പണിയുണ്ട് ഇവിടെ. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ശരിയല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. കാരണം ഈ സെഗ്മെൻസുകൾ, ഇവിടെ വരുന്ന സെഗ്മെൻസുകളെല്ലാം ആ വീലിൻ്റെ ഷേപ്പിൽ പൊന്തി വരണം. മനസ്സിലായില്ലേ? ഒരു ഷേപ്പ് കീപ്പ് ചെയ്തിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും അത്. ഇതിവിടെ ഇങ്ങനെ വന്നു, ഇതിവിടെ ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു സെഗ്മെൻറ്റ് ഉണ്ടോ, ഇതിനെടുത്തിട്ട് ഞാൻ കുറച്ച് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കട്ടിങ് എല്ലാം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ആ കട്ടിങ് ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇത്ര വരെ നമ്മൾ ചെയ്തു. സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഷേപ്പിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഈ ഒരു ഭാഗം വരുന്നില്ലേ, ഇതിനൊന്ന് ഞാൻ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇവിടുന്ന് വന്നിട്ട് ഇതിനാ ഇങ്ങനെ വന്ന് ഇതിനിങ്ങനെ വന്ന് ഇതിനിങ്ങനെ വന്ന് ആ വീലിൻ്റെ ഷേപ്പിനനുസരിച്ച് വരക്കാൻ പോവാട്ടെ. ഇങ്ങനെ വന്ന്. ഓക്കെ, അത് ക്ലിയർ ചെയ്യണം. അത് ട്രയാങ്കിൾസ് എല്ലാം ഉണ്ട്, എല്ലാം ക്ലിയർ ചെയ്യണം. എന്തിനാ പറഞ്ഞാൽ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിക്കണം, അവിടെ നിന്ന് ഒന്ന് തട്ടണം പുറത്തേക്ക്. ഓക്കെ, ഇവിടെല്ലാം ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ട്രയാങ്കിൾസ് എല്ലാം കളയാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പേ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം നമുക്ക്. ഇവനെ എടുത്തിട്ട് ഒരു ഏകദേശം ഒരു ലെവലിൽ കറക്റ്റായിട്ട് കൊണ്ടുപോകും. ഓക്കെ, ഇനിയിപ്പോൾ ട്രയാങ്കിൾസ് കളയുന്ന പരിപാടിയാണ്. ട്രയാങ്കിൾസ് എവിടെയില്ല നോക്കിയേ, ഇവിടെയാണുള്ളത് അല്ലേ. അപ്പോൾ ആ ട്രയാങ്കിൾസ് ഇവിടെയാണുള്ളത്. ഫ്ലോ നമുക്ക് തെറ്റിക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ട്രയാങ്കിൾസ് കളയാം, ഡിലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾസ് പോയി. അപ്പോൾ ഈ എഡ്ജസ് എനിക്ക് ഡിലീറ്റ് ചെയ്യുക. ആ എഡ്ജസ് എനിക്ക് വേണ്ട. അപ്പോൾ എഡ്ജസ് ഇങ്ങനെ വന്ന് നോക്കി, അതായത് ഇവിടെ 1 2 3 4 എഡ്ജ് ഉണ്ട്, ഇവിടെയും 4 എഡ്ജ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ശരിയില്ല, ഒരു വൃത്തിയില്ല. മനസ്സിലായില്ല? സെഗ്മെൻറ്റ്സ് ഒരു ഫ്ലോ ഇല്ല. ഇവിടെ 4 ഉണ്ട്, പക്ഷെ അതൊരു കവറിങ് അല്ല ഉള്ളത്. അപ്പോൾ അതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിന് ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം
ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിനാ ഇവിടെ എത്ര എഡ്ജുണ്ട്? ഇവിടെ 4 അല്ല 5 ഉണ്ടല്ലേ. അതായത് ഇവിടെ 1 2 3. അപ്പോൾ ഇത് ഇവിടെ ഒന്ന് നമുക്ക് കൊടുക്കാം. സെഗ്മെൻറ്റ്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഒരു സെഗ്മെൻറ്റ്സ് ഇവിടെ ആവശ്യമുണ്ട്, ഇവിടെ ആവശ്യമുണ്ട്. അത് ഇവിടത്തേക്ക് ഡയറക്റ്റ് കൊടുക്കുക. പിന്നെ വരുന്നത് ഇവിടെ ഒരു സെഗ്മെൻറ്റ് കൊടുക്കുക. അത് ഇതിനെടുത്തിട്ട് ഇവിടെ കൊടുക്കുക. അപ്പം 4 4 4 എന്നുള്ളൊരു കണക്ക് കിട്ടി. ഉണ്ടോ? മനസ്സിലായില്ലേ? ഇവിടത്തേക്ക് ഒന്ന് കയറിയിട്ടുണ്ട്, ഒരു സെഗ്മെൻറ്റ്സ് ഇവിടെ കയറിയിട്ടുണ്ട് ഇങ്ങനെ. അവിടെ ആവശ്യമുണ്ടായിന്, അതുപോലെ ഇവിടെ ഒന്ന് ആവശ്യമുണ്ടായിന്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ, ഈ സെഗ്മെൻറ്റ്സിനാ ഈ വീഡിയോസ് ശരിക്കും കാണാം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഞാൻ ഇട്ട് തരുന്നത്, പ്രോബ്ലം ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്കതവിടെ നേരത്തെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് പ്രശ്നം വരുന്നില്ല. എന്നാലും പ്രോബ്ലം ഇട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറേ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് പ്രോബ്ലം ഇട്ട് പോകണം. ഓക്കെ ഓക്കെ, കറക്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ചെയ്യുന്നത്, ഞാനൊന്ന് സേവ് ചെയ്തോട്ടെ. ഈ എഡ്ജസ് ഇല്ലേ, ഇതിന് ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് എല്ലാ എഡ്ജസും വേണ്ട, ഞാൻ ബാക്കിലത്തെ എഡ്ജസും ഞാൻ സെലക്ട് ചെയ്ത് എടുക്കുന്നില്ല. എനിക്ക് ഇവിടുന്ന് ഇത്രയും എഡ്ജസ് ഞാൻ ഞാൻ അവിടുന്ന് ഒഴിവാക്കിയെന്ന്. എനിക്ക് ഇത്രയും എഡ്ജസ് വേണ്ട സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 3 എഡ്ജസ് എനിക്ക് വേണ്ട. എവിടെയെങ്കിലും എഡ്ജസ് ഉണ്ടോ എന്ന് അറിയില്ല. എങ്ങനെ നമ്മൾ 4 അടിച്ചാൽ മതി കേട്ടോ. കിടക്കുന്നത് സോറി അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ ചെയ്തതാണല്ലേ, ഞാൻ വിട്ടുപോയി കേട്ടോ. ഓക്കെ, ഇതിനെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. കണ്ടോ, നമുക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സെഗ്മെൻറ്റ്സ് നമുക്ക് ഇങ്ങനെ തള്ളി പുറത്തേക്ക് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അത് നോക്കണ്ട, നിങ്ങൾ ശ്രദ്ധിക്കണ്ട, അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യും. ഇതിനെ എടുത്തിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യും. എവിടെയാണെന്ന് വേണ്ടത് ഇവിടെ പ്ലേസ് ചെയ്യും. ഇപ്പോൾ ടയർ എവിടെ വേണമെന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കാം കേട്ടോ. നമ്മൾ വരച്ചിരിക്കുന്ന അതേ പൊസിഷനിൽ വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു അല്ലേ. ഇതാ ഇങ്ങനെ കിട്ടിയത് കണ്ടോ, ഒരു ചെറിയൊരു ഇത് കിട്ടിയാൽ നമുക്ക് സ്മൂത്ത് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പ് കിട്ടി. പക്ഷേ ആ ഷേപ്പിലല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിലൊരു ചെറിയൊരു മാറ്റം നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്. എങ്ങനെ നോക്കിക്കോ, ഇതിനെടുത്തിട്ട് സ്കെയിൽ ചെയ്യും. നല്ലോണം സ്കെയിൽ ചെയ്യും. ഓക്കെ, സ്കെയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. കണ്ടോ, ഒരു ചെറിയൊരു ഇത് കിട്ടും. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ വെറ്റക്സിനെ നിങ്ങൾ കവർ ചെയ്യുക. ഇത് ബ്ലൂ പ്രിൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു അളവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ബ്ലൂ പ്രിൻ്റ് ഇല്ലാതെ പഠിക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ചെയ്താൽ അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് കുറേ പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കാം. മനസ്സിലായി? നമ്മളെ ലൈഫിലെല്ലാം ഉണ്ടാകുന്ന പോലെയുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഈ എഡ്ജസിലെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ തവണയും സോൾവ് ചെയ്ത് നമ്മളിതിനെ കറക്റ്റാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇത് വേണ്ട, തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കി പോവോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളിതിനെ സോൾവ് ചെയ്ത് ലെവൽ ചെയ്ത് നമ്മളിതിനെ കൊണ്ടുപോകും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, മടിയന്മാർക്ക് പറ്റിയ പണിയല്ല കേട്ടോ. 3D മോഡലിംഗ് ആയാലും ആനിമേഷൻ്റെ ഫീൽഡ് മടിയന്മാർക്ക് പറ്റിയ പണിയല്ല. ക്ഷമയില്ലാത്തവർക്ക് പറ്റേയില്ല. ഇത് എത്രത്തോളം ക്ഷമയുണ്ടോ അത്രത്തോളം നല്ലത്. ഓക്കെ, ഞാൻ ഇവിടെ ഈ സെഗ്മെൻറ്റ് തെറ്റാട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് കയറി വേണ്ട സെഗ്മെൻറ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാം കേട്ടോ. ഈ ഫ്ലോ കീപ്പ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ഓക്കെ, ഈ ലെവൽ ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ എത്രത്തോളം സമയം എടുക്കുന്നു അത്രത്തോളം നമ്മൾ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് എത്ര മണിക്കൂർ പോകുന്നു എനിക്കറിയില്ല. കാരണം എപ്പിസോഡിലെല്ലാം കുറേ സമയം പിടിക്കും. ഓക്കെ എന്നാലും ഫ്ലോ ഒന്നും ക്ലിയർ ആയിട്ടില്ല. ഫ്ലോ എല്ലാം ക്ലിയർ ചെയ്യാനുണ്ട്, സമയം ഒത്തിരി പിടിക്കും. എന്തായാലും
ഈ സെഗ്മെൻസിൻ്റെ ഫ്ലോ എല്ലാം ക്ലിയർ ചെയ്യാതെ ഈ ഒരു വർക്കായി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഇല്ല എഡ്ജസിനാ കുറച്ച് താഴെ കണ്ടോ, ചെയ്ത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ വരണം. ഇവിടെ ഞാനൊരു ചെറിയൊരു പണിയും കൂടി എടുക്കുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബിവൽ എഡ്ജ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഷേപ്പ് ഒന്ന് ബ്ലെൻഡ് ആയിട്ട് വന്നോളൂ. കണ്ടോ, ഇതാണ് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. കണ്ടോ ഇങ്ങനെ കണ്ടോ, ഇത് കണ്ടോ, ഈ ഭാഗം കണ്ടോ നിങ്ങൾ, അതുപോലെ എനിക്കൊന്ന് ബ്ലെൻഡായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി പണിയെടുത്ത് സ്മൂത്ത് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞില്ല. കണ്ടോ, ഇതിങ്ങനെ കിട്ടണം. കണ്ടോ ഇങ്ങനെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തു. ഓക്കെ, അപ്പോൾ ബാക്കിലും ഉണ്ട് അത്ര കേട്ടോ. ബാക്കിൽ നമുക്ക് ഇതേപോലൊരു പണി കിട്ടാൻ പോകുന്നുണ്ട്. അപ്പം ഇത് ചെയ്ത് സേവ് ചെയ്യുക. ഞാനിത് കൂടി കുറച്ചും കൂടി ലെവൽ ചെയ്യട്ടെ. വെർട്ടെക്സുകൾ നമുക്ക് ക്ലിയർ ചെയ്യുക. ഇത് ഇവിടെ ഇങ്ങനെ വരുന്നു കേട്ടോ എൻ്റെ വെർട്ടെക്സിൻ്റെ ലെവൽ. മനസ്സിലാവുന്നില്ലേ? ഫ്ലോ മനസ്സിലാവുന്നില്ലേ? ഞാൻ എങ്ങനെ അതിൻ്റെ ഷേപ്പ് എടുക്കുന്നു? എനിക്ക് അങ്ങനെ തന്നെ വേണ്ട ഷേപ്പ്. എനിക്ക് അങ്ങനെ തന്നെ വേണ്ടതല്ല, എനിക്ക് ഷേപ്പ് അതുപോലെ തന്നെ വേണം. ഓക്കെ, ഓക്കെ, അതിങ്ങനെ വന്ന് ഈ ഷേപ്പിലേക്ക് എത്തി. ഇവിടെ ഓക്കെ, ഇനിയും നമുക്ക് ചെയ്യാനുണ്ടത്ര കേട്ടോ. പണിയൊന്നും തീർന്നിട്ടില്ല. ഈ സെഗ്മെൻറ്റ്സ് എല്ലാം ക്ലിയർ ചെയ്യാനുണ്ട്. ഇതൊന്നും ഒരു വൃത്തിയായിട്ടില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പം കുറേ നേരം ഇരുന്നാൽ ഈ സംഭവമൊന്നും എനിക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. എന്നാലും വേണ്ട, ഞാനത് ക്ലിയർ ചെയ്യും. അതൊക്കെ ഇനി ടോപ്പ് വ്യൂവിൽ പോയിട്ടൊരു ചെക്കിങ് ഉണ്ട് നമുക്ക്. കാരണം സോഫ്റ്റ് ഹാർഡ് നടുവ് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ നോക്കണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് നോക്കണം. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് നോക്കണം. ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇതാ കണ്ടോ, ഇവിടെ ഇങ്ങനെ ബെൻഡായിട്ടില്ലേ? ഇതെല്ലാം ഒന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. കണ്ടോ, ഇതിനെല്ലാം ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അതിനെല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ട് അവനെ ഒന്ന് ക്ലിയർ ചെയ്യണം നിങ്ങൾ. ഓക്കെ, അതുപോലെ ഈ സെഗ്മെന്റ് ഫ്ലോവും ക്ലിയർ ചെയ്യണേ. ഇത് ഇങ്ങനെ വരണം മനസ്സിലായില്ല? ഇതിനെ ഇങ്ങനെ വരണം, ഇങ്ങനെ വന്ന് ഇതിലേ കൂടി പോകണം. മനസ്സിലായില്ലേ? ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല സെഗ്മെന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണോ ഉണ്ടോ. ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ വന്ന് അവൻ ഇങ്ങനെ പോകണം. എന്നാൽ മാത്രമേ അത് ഫ്ലോയിലേക്ക് വരും. ഉണ്ടോ, ഞാൻ ഇത് കൊടുത്തിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അത് അനക്കാൻ പറ്റില്ല. ഇതിനെ എടുത്തിട്ട് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്ത് ഇതിനെടുക്കുക. ഇതിനെടുത്ത് റൗണ്ട് ചെയ്യുക. ഓക്കെ, ഉണ്ടോ? കറക്റ്റ് റൗണ്ടിങ് വന്നിട്ടുണ്ട്. കണ്ടോ നല്ല കറക്റ്റായിട്ട് നമ്മൾ വീല് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയും ഉണ്ടാക്കണം. ഇതേ പണി നമ്മൾ ഇവിടെയും ചെയ്യണം. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം, ഇത്രയും വരുന്ന ഭാഗം നമ്മൾ എന്തായാലും കട്ട് ചെയ്തെടുക്കേണ്ടി വരും. എല്ലാവരും റൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാം. ഓക്കെ, വെർട്ടെക്സ് എടുത്ത് ഈ സാധനം ഞാൻ തന്നെ നിന്നോട്ടെ. നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പോയ പോലെ മൾട്ടി കട്ട് എടുക്കും. ഞാൻ ഇവിടെ മൾട്ടി കട്ട് എടുക്കുന്നത് എങ്ങനെ അറിയാം? എനിക്ക് ഇവിടുന്ന് വേണ്ട, എനിക്ക് ഡോറിൻ്റെ എവിടെയാണ് വരുന്നത്. ഇത് ഡോറാണ് കേട്ടോ. അതായത് ഇതൊരു ഡോറാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടി വരും. മനസ്സിലായില്ല? ഇവിടുന്ന് വന്നിട്ട് എടുക്കേണ്ടി വരും. ഇങ്ങനെ വന്ന് ഞാൻ ഇവിടെ കൊടുത്തു. ഇത് ഇങ്ങനെ വന്ന് അല്ലേ? അപ്പോൾ അത് ഒരു സുഖമില്ലൊരു പരിപാടിയല്ല. അതിലേക്ക് വരുന്നു. ഇങ്ങനെ വന്ന് ഇവിടെ ഒരു എഡ്ജ് കൊടുക്കാനുണ്ട് കേട്ടോ, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ വരുന്ന ഈ സാധനം ഇവ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടെ ഈ എഡ്ജസ് നോക്കണം കേട്ടോ. ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യാം. നമ്മൾക്ക് ഇത് ചെയ്യുന്നില്ലൊരു വിശ്വാസം മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, ഇതിനെടുത്ത് ഇങ്ങനെ കൊണ്ടുവച്ചു. ഇവൻ നമുക്കൊരു വിഷയമാണ്. അപ്പോൾ ആ വിഷയം ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതങ്ങ് ഡിലീറ്റ് ചെയ്യും.
അവൻ അവിടെ തന്നെ നിന്നോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവനെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, അപ്പം സെഗ്മെൻറ്റ് നമുക്ക് ഫ്ലോ ക്ലിയർ ആയി. കാരണം ആ ഒരു എഡ്ജസ് നമുക്ക് അധികം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 5 വന്നിട്ടുണ്ട്. നമുക്ക് 4 ആക്കണേ, അതെല്ലാം ഓർമ്മയുണ്ടാവണം. ഇപ്പം ഞാൻ ഇവിടെ ഇതിന് റൗണ്ട് പിടിക്കുകയാണ്. ഇതിനകത്ത് റൗണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയി. നമ്മൾ ഇതെല്ലാം ഒരു രസമായിട്ട് തോന്നണം കേട്ടോ. ഇവൻ എന്നുള്ള വിളിക്കുന്നത് ഞാൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ വർക്കിൻ്റെ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ വന്നു, ഇവൻ ഇതെടുത്ത് ഇങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു. ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ നേരത്തെ എടുത്ത് അതേപോലെ ഫ്ലോ ഉണ്ടാക്കിയത്. കാരണം അവിടെ ഒരു ഡോറുണ്ട്, ഡോറിൻ്റെ ഭാഗമുണ്ട്. ആ കട്ടിങ് നമ്മൾ ഒഴിവാക്കി വേണം നമ്മൾ ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഡോറെല്ലാം വരുമ്പോൾ നീറ്റാവും കേട്ടോ. ഈ ഒരു സാധനം ഡോറൊക്കെ വരുമ്പോൾ നീറ്റായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതൊന്നും പേടിക്കാനില്ല, നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാവും. ടയറൊക്കെ നീറ്റായിട്ട് വരും. ഫയൽ സേവ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ എഡ്ജസ് സെലക്ട് ചെയ്തു. ഇങ്ങനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുള്ള് ക്ലിക്ക് ആവുന്നുണ്ടായത് നിങ്ങൾ എന്ത് ചെയ്യുക, 1 2 3 4 ഇങ്ങനെ സെലക്ട് ചെയ്താലും മതി കേട്ടോ. മനസ്സിലായില്ലേ? ഇവിടെ ഒരു എഡ്ജ് നമുക്ക് പ്രശ്നമുണ്ട്, അത് നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ വന്ന് ഇതിലെന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് മെല്ലനെ ഒന്ന് പുറത്തേക്കൊന്ന് തള്ളാം. ഉണ്ടോ, ഇവിടെ നമുക്ക് ഒരു വെർട്ടെക്സ് ലെവലാക്കാനുണ്ട്. എല്ലാം ഒന്ന് എഡ്ജ് പിടിക്കുക. എഡ്ജ് പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യും. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് താഴ്ത്തി വെക്കാം. എന്നിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് അത്രയും വേണ്ടോ, അവിടെ അധികം വേണ്ട. നമ്മൾ ഇവിടെ ചെയ്ത അതേപോലെ അവിടെ വേണ്ട, അവിടെ കുറച്ചേ വേണ്ടു നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനൊന്ന് നമ്മൾ വെർട്ടെക്സ് ലെവൽ ഞാനൊന്ന് സേവ് ആസ് എടുക്കട്ടെ. എനിക്ക് തീരെ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ ഇതിന് 6 കൊടുക്കും, 7 കൊടുക്കും. ഈ ഡോറ് നമ്മൾ ചെയ്തത് ഇങ്ങനെ തന്നെ ഇങ്ങനെ വരണം കേട്ടോ, ഇങ്ങനെ വരണം. സെഗ്മെൻറ്റ് കൂടിയെന്ന് വിചാരിക്കരുത് കേട്ടോ. സെഗ്മെൻറ്റ് നമുക്ക് ഫ്ലോ എല്ലാം കളയാം, നമുക്ക് ക്ലീൻ അപ്പ് ചെയ്യാം, ഒന്നും പഠിക്കണ്ട. എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ചെയ്യല്ലോ. ഇതിനെ എടുത്തിട്ട് നേരെ ചെയ്യാം. സെഗ്മെൻറ്റ് ഫ്ലോ ആണ് ഏറ്റവും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചൊരു മെയിൻ വേണ്ടത് കേട്ടോ. ഓക്കെ, സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ മൾട്ടിക്കട്ട് എടുക്കുക. ഇവിടെ ഒരു സെഗ്മെൻറ്റ് ആഡ് ചെയ്യണേ. നമുക്ക് ആവശ്യം വരുന്ന സെഗ്മെൻറ്റാണ് അത് ബാക്കിൽ വരുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് അവിടെ തന്നെ വന്നിട്ടുണ്ട്. അതിനെടുത്തിട്ട് കറക്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ അതിനെ എടുത്തിട്ട് മൾട്ടിക്കട്ട് എടുത്തിട്ട് വിടുന്നു. ഇവിടത്തേക്ക് വന്നിട്ട് അവനെ ഇവിടെ വന്നിട്ട് ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ നോക്കണം കേട്ടോ, ഇവിടെ കണ്ടോ 1 2 3 4 5 വന്നിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മൾ അതിനങ്ങ് പിടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റ് ഹാർഡ് എനർജി കൊടുക്കുക, ഒന്ന് സ്മൂത്ത് ചെയ്യും. ഇത് ഒഴിവാക്കട്ടെ, നല്ല മനസ്സിലാവും. കണ്ടോ, ഇവിടെ കൂടുതലും അവിടെ കുറവും, അങ്ങനെ വേണം വരാൻ. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഒരു സെഗ്മെൻറ്റ് ഇടാം. ഞാൻ സെഗ്മെൻറ്റ് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ സെഗ്മെൻറ്റ് ഇട്ടാൽ എനിക്ക് ഇത് കളയലിനായിരിക്കും എനിക്ക് പണി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടത് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ ഒന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതാണോ
ഇവിടെ ഈ ഒരു വെർട്ടെക്സിൻ്റെ കാര്യം, ഈ വെർട്ടെക്സ് ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ. കണ്ടോ, ഇതിനെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ഓക്കെ, ഇതിനെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഇത്ര മാത്രമേ ചെയ്യാൻ സമയമുള്ളൂ എന്ന് തോന്നുന്നു. ഇനിയും നമുക്ക് എപ്പിസോഡ് നീട്ടേണ്ടി വരും. കാർ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഇരുന്ന് ചെയ്യേണ്ട സാധനം ഞാൻ ഒരു അരമണിക്കൂർ, കാമണിക്കൂർ, 1 മണിക്കൂർ വെച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിന്ന് ഇത്ര മതി. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വരുന്നത് ഡോറ് കട്ട് ചെയ്യാനാണ്. ഡോറ് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇവിടെ വരെയുള്ള ഡോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ കൂടി കട്ട് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സ്റ്റൈലേ അങ്ങ് മാറും കേട്ടോ. അത് നല്ല ക്ലിയർ ആയിട്ട് നല്ല വൃത്തിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ഈ ഒരു സപ്പോർട്ടിങ് ഒരു സെഗ്മെൻറ്റ്സ് വരുന്നുണ്ട് ഇവിടെ, അതുകൂടി നമ്മളൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇതെല്ലാം ക്ലിയർ ചെയ്താൽ വണ്ടി ക്ലിയറായി നീറ്റായി നമുക്ക് ഉള്ളിലോട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് കിട്ടും. ഈ ബമ്പർ കൂടി നമുക്ക് വരാനുണ്ട്. ഈ ഒരു പണിയും കൂടി നമുക്ക് എടുക്കാനാവുമെന്ന് നോക്കാം. ഇതൊന്ന് സേവ് ചെയ്യട്ടെ. ഇവിടെ നമുക്കൊരു എഡ്ജസ് വേണം അല്ലേ? അവിടെ 4 ഇവിടെ 4 ഇങ്ങനെ കാണുന്നില്ലേ? നമ്മളിവിടെ ഒരു എഡ്ജസ് ഇടും. അതിനൊന്ന് സ്കെയിൽ ചെയ്യും. ഇവിടെ ഒന്ന് മൾട്ടി കട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുക്കും. അതുപോലെ ഇവിടെ നോക്കിയാൽ 1, 2, 3, 4, 5 പറ്റില്ലല്ലോ. അപ്പോൾ 5 നമുക്ക് പറ്റൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 5നെ 4 എടുക്കുക. ഇവിടെ ഒരു സെഗ്മെൻറ്റ് കൊടുക്കുക. താഴോട്ട് വേണമെന്നുണ്ട് കൊടുക്കുക കേട്ടോ. താഴോട്ട് വേണം, ആവശ്യമുണ്ടല്ലേ? താഴോട്ട് കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക. ഒന്ന് ബെൻഡ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. കാരണം അവിടെ സെഗ്മെൻറ്റ് നമുക്ക് കുറവാണ്. ഇവിടെ ഒന്ന് കമ്പോണൻറ്റ് മോഡാക്കാം. കമ്പോണൻറ്റ് മോഡാക്കി ഇങ്ങനെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ഇതിനെ അതുപോലെ വെർട്ടെക്സിനെ എടുത്തിട്ട് ഒബ്ജക്റ്റ് മോഡാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യും. ബമ്പർ വരുന്ന ഭാഗം കേട്ടോ. അതുകൊണ്ട് അത്ര വലിയ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. അവിടെ നമ്മൾ ക്ലിയറാക്കി നമ്മളതിനെ കൊണ്ടുവരും. ഓക്കെ, കണ്ടോ? ഒരു ഷേപ്പിലേക്ക് വന്നു അവിടെ. അപ്പോൾ അത് പിടിക്കണ്ട. നോക്കിയാൽ നമ്മുടെ വണ്ടി ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പിൽ വരുന്ന ബമ്പർ വരുന്ന ഭാഗമാണ്. അതും കൂടി നമുക്കൊന്ന് ചെയ്യാം. ഏകദേശം ഞാനൊന്ന് പിടിച്ച് പറഞ്ഞു തരാം. ഇവിടുന്ന് ഇവിടം വരെ വരുന്നതാണ് നമ്മളെ ബമ്പറിൻ്റെ ഭാഗം വരുന്നത്. അത് ഇത്ര വരെ വരുന്ന ഭാഗം ഉണ്ടോ? ഇത്ര വരെ വരുന്ന ഭാഗം അത് നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം അടുത്ത എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു ഉടവ് കണ്ടോ, ഉടഞ്ഞു വരുന്ന പോലെ കണ്ടോ. ഇവിടെ ഒരു സിഗ്സാഗ് കണ്ടില്ലേ? അത് ഫ്ലോ പോയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളിത് ഈ ഒരു സാധനം ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. അത് അടുത്ത ഇതിൽ ചെയ്യാം നമുക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. സെഗ്മെൻറ്റ് ഫ്ലോ നല്ല നീറ്റായിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് ക്ലീനപ്പ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഏകദേശം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബമ്പർ വരും കണ്ടോ. ഇതിൻ്റെ ആഫാകം പകുതിയാണ് കണ്ടോ. ഇനിയിപ്പോൾ ഡോറെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായി. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കി ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ക്ലിയർ ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാം. നമ്മൾ ഈ എപ്പിസോഡ് നീണ്ടുപോയാൽ ഇത് ക്ഷമിക്കണം. കാരണം കുറേ എണ്ണം എനിക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റൂല. കാരണം പറഞ്ഞാൽ ഇതെല്ലാം ഒരു സെഗ്മെൻറ്റ്സ് പോലും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനിത് കളയില്ല കേട്ടോ, എഡിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോസ് മൊത്തം കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഇതൊന്ന് സേവ് ചെയ്തോട്ടെ, എന്നിട്ട് നമുക്ക് നമസ്കാരം പറയാം. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം, താങ്ക് യു. അടുത്തതിൽ കാണാം.